VM സുധീരന്റെ രാജിയിൽ KPCC പ്രസിഡന്റിന് അമർഷം. അനാവശ്യ വിവാദങ്ങളിൽ ഉണ്ടാക്കിയെന്ന നിലപാടിലാണ് കെ സുധാകരൻ. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനൊപ്പം സുധാകരൻ സുധീരനെ കാണും. രാജി പിൻവലിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന സുധാകരൻ പറഞ്ഞു. ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമാണ്. ചർച്ച നടത്തണമല്ലോ. അദ്ദേഹം പാർട്ടിയുടെ സീനിയർ ലീഡറാണ്. അദ്ദേഹം അത് രാജിവെച്ചത് എന്തു തന്നെയായാലും ഏത് സാഹചര്യത്തിലായാലും അദ്ദേഹത്തോട് അത് പിൻവലിക്കണമെന്ന് KPCC ആവശ്യപ്പെടും. അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കേൾക്കും. അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ പരിഹരിക്കും. അദ്ദേഹത്തെ ഉൾക്കൊണ്ടു പോകണം എന്ന് തന്നെയാണ് എക്കാലത്തും കോൺഗ്രസും KPCCയും ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും. I will find out and I will try to take them into confidence. Senior leader VM Sudhiran raises so many issues. Can you discuss with them? I will try to discuss with everyone who wants to talk to me. KPCC ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള നിർണായക കൂടിയാലോചനകൾ തിരുവനന്തപുരത്ത് തുടങ്ങി. താരിഖ് അൻവർ KPCC നേതൃത്വത്തിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടും. TG സൈത്താണ് ചേരുന്നത്. സൈത്ത്, പ്രസിഡന്റിന്റെ വാക്കുകളിൽ അമർഷമുണ്ടെങ്കിലും സമവായത്തിന്റെ എല്ലാ സാധ്യതകളും തേടും എന്ന് തന്നെയല്ലേ? തീർച്ചയായും VM സുധീരന്റെ രാജിപ്രഖ്യാപനത്തിൽ കെ സുധാകരന് അതൃപ്തിയുണ്ട്. പാർട്ടിയുടെ ശത്രുക്കൾക്ക് ആയുധം നൽകാനാണ് സുധീരന്റെ നീക്കം കൊണ്ട് ഉപകരിച്ചത്. അത് അനാവശ്യമായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു. സുധീരനുമായി പലവട്ടം താൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായി എന്നതാണ് സുധാകരന്റെ ചോദ്യം. സുധീരനുമായി ചർച്ച നടത്തില്ല എന്ന് തന്നെയായിരുന്നു താൻ ചർച്ച നടത്തില്ല എന്നതായിരുന്നു സുധാകരന്റെ നിലപാട്. പക്ഷേ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നതോടെ ആ നിലപാട് മാറ്റി. രാവിലെ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം രാവിലെ നടന്ന കൂടിക്കാഴ്ചയിൽ സുധാകരന് കൈമാറി. ഇതേ തുടർന്നാണ് ചർച്ച നടത്തുമെന്ന് മുമ്പ് നമ്മൾ കേട്ട പ്രതികരണം സുധാകരൻ നടത്തുകയും ചെയ്തത്. എന്തായാലും സുധീരനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഇന്ന് സജീവമാണ്. ഇന്ന് തന്നെ സുധീരൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി പ്രധാന നേതാക്കൾ അദ്ദേഹവുമായി ചർച്ച നടത്തി രാജി പിൻവലിപ്പിക്കാനുള്ള നീക്കം നടത്താനാണ് സാധ്യത. സുധീരനെ ഒപ്പം നിർത്താൻ തന്നെയാണ് ശ്രമം. കാരണം പരസ്യ പ്രതികരണം പോലെയുള്ള നീക്കങ്ങളിലേക്ക് സുധീരൻ കടന്നാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് KPCC നേതൃത്വം പോകുന്നത്. പുനഃസംഘടനാ ചർച്ചകൾ തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുകയാണ്. ആദ്യവട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന നേതാക്കളുമായി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ചർച്ച നടത്തും. 30-നകം ഭാരവാഹി പ്രഖ്യാപനമാണ് ലക്ഷ്യം. പക്ഷേ ജംബോ പട്ടിക വെട്ടിച്ചുരുക്കി ചുരുങ്ങിയ നമ്പറിലേക്ക് ഭാരവാഹികൾ എത്തുമ്പോൾ സ്വാഭാവികമായും അത് വലിയ തർക്കങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടവച്ചേക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇത്തരം ചർച്ചകൾ പരമാവധി സജീവമാക്കി നിർത്തി തർക്കങ്ങളില്ലാതെ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. ഗ്രൂപ്പ് നേതൃത്വങ്ങൾ ലിസ്റ്റുകൾ കൈമാറിയിട്ടുണ്ട്. ഈ ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള പരിഗണനകളും നടക്കുന്നുണ്ട്. ശരി സൈത്ത്. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച VM സുധീരനുമായി ചർച്ച നടത്തുമെന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നിച്ചു നീങ്ങേണ്ട സമയമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തീർച്ചയായിട്ടും ശ്രീ VM സുധീരൻ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റാണ്. അദ്ദേഹവുമായിട്ട് ആലോചിക്കുമെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലി തന്നെ സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. VM സുധീരന്റെ രാജി ദൗർഭാഗ്യകരമാണെന്ന് UDF കൺവീനർ MM ഹസൻ. ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സംസാരിച്ച വിഷയം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും ഹസൻ പറഞ്ഞു. സുധീരന്റെ രാജി വാസ്തവത്തിൽ നിർഭാഗ്യകരമാണ്. ഇന്നലെ ഞാനും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും നേതൃത്വം അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. തത്സമയം. उसी प्रकार से बारिश के बाद बिहार और पूरब के हिस्सों में छठ का महापर्व मनाया जाता है. मुझे उम्मीद है कि छठ पूजा को देखते हुए नदियों के किनारे घाटों की सफाई और मरम्मत की तैयारी शुरू कर दी गई होगी. हम नदियों की सफाई और उन्हें प्रदूषण से मुक्त करने का काम सबके प्रयास और सबके सहयोग से कर ही सकते हैं. नमामि गंगे मिशन भी आज आगे बढ़ रहा है. तो इसमें
सभी लोगों के प्रयास एक प्रकार से जन जागृति, जन आंदोलन, उसकी बहुत बड़ी भूमिका है। साथियों, जब नदी की बात हो रही है, माँ गंगा की बात हो रही है, तो एक और बात की और भी आपका ध्यान आकर्षित करने का मन करता है। बात जब नमामि गंगे की हो रही है, तो जरूर एक बात पर आपका ध्यान गया होगा, और हमारे नौजवानों का तो पक्का गया होगा। आजकल एक विशेष ई ऑक्शन, ई नीलामी चल रही है। ये इलेक्ट्रॉनिक नीलामी उन उपहारों की हो रही है जो मुझे समय समय पर लोगों ने दिए हैं। इस नीलामी से जो पैसा आएगा वो नमामि गंगे अभियान के लिए ही समर्पित किया जाता है। आप जिस आत्मीय भावना के साथ मुझे उपहार देते हैं, उसी भावना को ये अभियान और मजबूत करता है। साथियों, देश भर में नदियों को पुनर्जीवित करने के लिए, पानी की स्वच्छता के लिए सरकार और समाज सेवी संगठन निरंतर कुछ न कुछ करते रहते हैं। आज से नहीं, दशकों से ये चलता रहता है। कुछ लोग तो ऐसे कामों के लिए अपने आप को समर्पित कर चुके होते हैं, और यही परंपरा, यही प्रयास, यही आस्था हमारी नदियों को बचाए हुए है। और हिंदुस्तान के किसी भी कोने से जब ऐसी खबरें मेरे कान पे आती हैं, ऐसे काम करने वालों के प्रति एक बड़ा आदर का भाव मेरे मन में जगता है, और मेरा भी मन करता है कि वो बातें आपको बताऊं। आप देखिए, तमिलनाडु के वेल्लोर और तिरुवन्नामलाई जिले का एक उदाहरण देना चाहता हूं। यहाँ एक नदी बहती है, नागा नदी। अब ये नागा नदी बरसों पहले सूख गई थी। इस वजह से वहां का जलस्तर भी बहुत नीचे चला गया था। लेकिन वहां की महिलाओं ने बीड़ा उठाया कि वो अपनी नदी को पुनर्जीवित करेगी। फिर क्या था, उन्होंने लोगों को जोड़ा, जन भागीदारी से नहरें खोदी, चेक डैम बनाए, रिचार्ज कुएं बनाए। आपको भी जानकर के खुशी होगी साथियों कि आज वो नदी पानी से भर गई है। और जब नदी पानी से भर जाती है ना, तो मन को इतना सुकून मिलता है। मैंने प्रत्यक्ष इसका अनुभव किया है। आप में से बहुत लोग जानते होंगे कि जिस साबरमती के तट पर महात्मा गांधी ने साबरमती आश्रम बनाया था, पिछले कुछ दशकों में ये साबरमती नदी सूख गई थी। साल में 6-8 महीने पानी नजर ही नहीं आता था। लेकिन नर्मदा नदी और साबरमती नदी को जोड़ दिया, तो अगर आज आप अहमदाबाद जाओगे तो साबरमती नदी का पानी ऐसा मन को प्रफुल्लित करता है। इसी तरह बहुत सारे काम, जैसे तमिलनाडु की हमारी ये बहनें कर रही हैं, देश के अलग अलग कोने में चल रहे हैं। मैं तो जानता हूँ कई हमारे धार्मिक परंपरा से जुड़े हुए संत है, गुरुजन है, वे भी अपनी आध्यात्मिक यात्रा के साथ साथ पानी के लिए, नदी के लिए बहुत कुछ कर रहे हैं। कई नदियों के किनारे पेड़ लगाने का अभियान चला रहे हैं, तो कहीं नदियों में बह रहे गंदे पानी को रोका जा रहा है। साथियों, वर्ल्ड रिवर डे जब आज मना रहे हैं, तो इस काम से समर्पित सबकी मैं सराहना करता हूं, अभिनंदन करता हूं। लेकिन हर नदी के पास रहने वाले लोगों को, देशवासियों को मैं आग्रह करूंगा कि भारत में कोने कोने में साल में एक बार तो नदी उत्सव मनाना ही चाहिए। मेरे प्यारे देशवासियों, कभी भी छोटी बात को, छोटी चीज को छोटी मानने की गलती नहीं करनी चाहिए। छोटे छोटे प्रयासों से कभी कभी तो बहुत बड़े बड़े परिवर्तन आते हैं। और अगर महात्मा गांधी जी के जीवन की तरफ हम देखेंगे, तो हम हर पल महसूस करेंगे कि छोटी छोटी बातों की उनके जीवन में कितनी बड़ी अहमियत थी, और छोटी छोटी बातों को लेकर के बड़े बड़े संकल्पों को कैसे उन्होंने साकार किया था। हमारे आज के नौजवान को ये जरूर जानना चाहिए कि साफ सफाई के अभियान ने कैसे
आजादी के आंदोलन को एक निरंतर ऊर्जा दी थी। ये महात्मा गांधी ही तो थे जिन्होंने स्वच्छता को जन आंदोलन बनाने का काम किया था। महात्मा गांधी ने स्वच्छता को स्वाधीनता के सपने के साथ जोड़ दिया था। आज इतने दशकों बाद स्वच्छता आंदोलन ने एक बार फिर देश को नए भारत के सपने के साथ जोड़ने का काम किया है और ये हमारी आदतों को बदलने का भी अभियान बन रहा है। और हम ये न भूलें कि स्वच्छता ये सिर्फ एक कार्यक्रम है। स्वच्छता ये पीढ़ी दर पीढ़ी संस्कार संक्रमण की एक जिम्मेवारी है और पीढ़ी दर पीढ़ी जब स्वच्छता का अभियान चलता है तब संपूर्ण समाज जीवन में स्वच्छता का स्वभाव बनता है। और इसलिए ये साल, 2 साल, एक सरकार दूसरी सरकार ऐसा विषय नहीं है। पीढ़ी दर पीढ़ी हमें स्वच्छता के संबंध में सजगता से, अविरत रूप से, बिना थके, बिना रुके, बड़ी श्रद्धा के साथ जुड़े रहना है और स्वच्छता के अभियान को चलाए रखना है। और मैंने तो पहले भी कहा था कि स्वच्छता ये पूज्य बापू को इस देश की बहुत बड़ी श्रद्धांजलि है और ये श्रद्धांजलि हमें हर बार देते रहना है, लगातार देते रहना है। साथियों, लोग जानते हैं कि स्वच्छता के संबंध में बोलने का मैं कभी मौका छोड़ता ही नहीं हूँ और शायद इसीलिए हमारी मन की बात के एक श्रोता श्रीमान रमेश पटेल जी ने लिखा है, हमें बापू से सीखते हुए इस आजादी के अमृत महोत्सव में आर्थिक स्वच्छता का भी संकल्प लेना चाहिए। जिस तरह शौचालयों के निर्माण ने गरीबों की गरिमा बढ़ाई, वैसे ही आर्थिक स्वच्छता गरीबों को अधिकार सुनिश्चित करती है, उनका जीवन आसान बनाती है। अब आप जानते हैं, जनधन खातों को लेकर देश ने जो अभियान शुरू किया, इसकी वजह से आज गरीबों को उनके हक का पैसा सीधा उनके खाते में जा रहा है, जिसके कारण भ्रष्टाचार जैसी रुकावटों में बहुत बड़ी मात्रा में कमी आई है। ये बात सही है। आर्थिक स्वच्छता में टेक्नोलॉजी बहुत मदद कर सकती है। हमारे लिए खुशी की बात है, आज गांव देहात में भी फिनटेक, यूपीआई से डिजिटल लेन देन करने की दिशा में सामान्य मानवी भी जुड़ रहा है, उसका प्रचलन बढ़ने लगा है। आपको मैं एक आंकड़ा बताता हूं, आपको गर्व होगा। पिछले अगस्त महीने में, एक महीने में यूपीआई से 355 करोड़ ट्रांजैक्शन हुए, यानी करीब करीब 350 करोड़ से ज्यादा ट्रांजैक्शन। यानी हम कह सकते हैं कि अगस्त के महीने में 350 करोड़ से ज्यादा बार डिजिटल लेन देन के लिए यूपीआई का इस्तेमाल किया गया है। आज एवरेज 6 लाख करोड़ रुपए से ज्यादा का डिजिटल पेमेंट यूपीआई से हो रहा है। इससे देश की अर्थव्यवस्था में स्वच्छता, पारदर्शिता आ रही है और हम जानते हैं अब फिनटेक का महत्व बहुत बढ़ रहा है। साथियों, जैसे बापू ने स्वच्छता को स्वाधीनता से जोड़ा था, वैसे ही खादी को आजादी की पहचान बना दिया था। आज आजादी के 75वें साल में हम जब आजादी के अमृत महोत्सव को मना रहे हैं, आज हम संतोष से कह सकते हैं कि आजादी के आंदोलन में जो गौरव खादी को था, आज हमारी युवा पीढ़ी खादी को वो गौरव दे रही है। आज खादी और हैंडलूम का उत्पादन कई गुना बढ़ा है और उसकी मांग भी बढ़ी है। आप भी जानते हैं, ऐसे कई अवसर आए हैं जब दिल्ली के खादी शोरूम में एक दिन में 1 करोड़ रुपए से ज्यादा का कारोबार हुआ है। मैं भी फिर से आपको याद दिलाना चाहूंगा कि 2 अक्टूबर पूज्य बापू की जन्म जयंती पर हम सब फिर से एक बार एक नया रिकॉर्ड बनाएं। आप अपने शहर में जहां भी खादी बिकती हो, हैंडलूम बिकता हो, हैंडीक्राफ्ट बिकता हो,
और दिवाली का त्योहार सामने है। त्योहारों के मौसम के लिए खादी, हैंडलूम, कुटीर उद्योग से जुड़ी आपकी हर खरीदारी वोकल फॉर लोकल इस अभियान को मजबूत करने वाली हो, पुराने सारे रिकॉर्ड तोड़ने वाली हो। साथियों, अमृत महोत्सव के इसी कालखंड में देश में आजादी के इतिहास की अनकही गाथाओं को जन जन तक पहुंचाने का एक अभियान भी चल रहा है। और इसके लिए नवोदित लेखकों को, देश के और दुनिया के युवाओं को आह्वान किया गया था। इस अभियान के लिए अब तक 13,000 से ज्यादा लोगों ने अपना रजिस्ट्रेशन किया है, और वो भी 14 अलग अलग भाषाओं में। और मेरे लिए खुशी की बात ये भी है कि 20 से ज्यादा देशों में कई अप्रवासी भारतीयों ने भी इस अभियान से जुड़ने के लिए अपनी इच्छा जताई है। एक और बहुत दिलचस्प जानकारी है, करीब 5,000 से ज्यादा नए नवोदित लेखक आजादी के जंग की कथाओं को खोज रहे हैं। उन्होंने जो अनसंग हीरोज हैं, जो अनामी है, इतिहास के पन्नों पे जिनके नाम नजर नहीं आते हैं, ऐसे अनसंग हीरोज पर, थीम पर, उनके जीवन पर, उन घटनाओं पर कुछ लिखने का बीड़ा उठाया है। यानी देश के युवाओं ने ठान लिया है कि उन स्वतंत्र सेनानियों के इतिहास को भी देश के सामने लाएंगे जिनकी गत 75 वर्ष में कोई चर्चा तक नहीं हुई है। सभी श्रोताओं से मेरा आग्रह है, शिक्षा जगत से जुड़े सबसे मेरा आग्रह है, आप भी युवाओं को प्रेरित करें, आप भी आगे आएं। और मेरा पक्का विश्वास है कि आजादी के अमृत महोत्सव में इतिहास लिखने का काम करने वाले लोग इतिहास बनाने भी वाले हैं। मेरे प्यारे देशवासियों, सियाचिन ग्लेशियर के बारे में हम सभी जानते हैं। वहां की ठंड ऐसी भयानक है जिसमें रहना आम इंसान के बस की बात ही नहीं है। दूर दूर तक बर्फ ही बर्फ, और पेड़ पौधों का तो नामो निशान नहीं है। यहाँ का तापमान -60 डिग्री तक भी जाता है। कुछ ही दिन पहले सियाचिन के इस दुर्गम इलाके में 8 दिव्यांग जनों की टीम ने जो कमाल कर दिखाया है, वो हर देशवासी के लिए गर्व की बात है। इस टीम ने सियाचिन ग्लेशियर की 15,000 फीट से भी ज्यादा की ऊंचाई पर स्थित कुमार पोस्ट पर अपना परचम लहराकर वर्ल्ड रिकॉर्ड बना दिया है। शरीर की चुनौतियों के बावजूद भी हमारे इन दिव्यांगों ने जो कारनामा कर दिखाया है, वो पूरे देश के लिए प्रेरणा है। और जब इस टीम के सदस्यों के बारे में जानेंगे तो आप भी मेरी तरह हिम्मत और हौसले से भर जाएंगे। इन जाबाज दिव्यांगों के नाम हैं महेश नेहरा, उत्तराखंड के अक्षत रावत, महाराष्ट्र के पुष्पक गवांडे, हरियाणा के अजय कुमार, लद्दाख के लोब्सांग चोस्पेल, तमिलनाडु के मेजर द्वारकेश, जम्मू कश्मीर के इरफान अहमद मीर और हिमाचल प्रदेश की चोंजिन एंगमो। सियाचिन ग्लेशियर को फतह करने का यह ऑपरेशन भारतीय सेना के विशेष बलों के वेटरन्स की वजह से सफल हुआ है। मैं इस ऐतिहासिक और अभूतपूर्व उपलब्धि के लिए इस टीम की सराहना करता हूं। यह हमारे देशवासियों के कैन डू कल्चर, कैन डू डिटर्मिनेशन, कैन डू एटीट्यूड के साथ हर चुनौती से निपटने की भावना को भी प्रकट करता है। साथियों, आज देश में दिव्यांग जनों के कल्याण के लिए कई प्रयास हो रहे हैं। मुझे उत्तर प्रदेश में हो रहे ऐसे ही एक प्रयास वन टीचर वन कॉल के बारे में जानने का मौका मिला। बरेली में यह മൻ കി अनूठा ബാത്തിൽ प्रयास പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്.
പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം വൻ വിജയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. UN പൊതുസഭയിൽ തീവ്രവാദത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കാൻ സന്ദർശനം സഹായിച്ചെന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞു. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വിവരങ്ങൾ. അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ചകളും സന്ദർശനവും വലിയ വിജയം എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ പൊതുതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പ്രസിഡന്റിൽ മാറ്റമുണ്ടായി. ഡൊണാൾഡ് ട്രംപുമായി വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുമായുള്ള നയതന്ത്രത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നൊക്കെ പല കോണുകളിൽ നിന്നും നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അപ്രസക്തമാകുന്ന ഒരു സന്ദർശനം തന്നെയാണ് അമേരിക്കയിൽ പ്രധാനമന്ത്രി നടത്തിയത്. ഊഷ്മളമായ ഒരു സ്വീകരണം അമേരിക്കയിൽ ലഭിച്ചു എന്ന് മാത്രമല്ല, ഇൻഡോ പസഫിക് ഉൾപ്പെടെയുള്ള മേഖലകൾ വളരെ ഗൌരവത്തോടു കൂടി തന്നെയാണ് ബൈഡൻ ചർച്ച ചെയ്തത്. ഈ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൂടി ബൈഡൻ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ ചൈന നടത്തുന്ന മുന്നേറ്റങ്ങൾ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഒരു പരിധിവരെ തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും അടങ്ങുന്ന ഉച്ചകോടിയിലടക്കം ഇന്ത്യ കൃത്യമായ നിലപാട് പങ്കുവെക്കുകയും രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഉന്നയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് UN പൊതുസഭയിൽ ഇന്ത്യ അഫ്ഗാൻ വിഷയത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ. അഫ്ഗാന്റെ മണ്ണ് തീവ്രവാദത്തിന് വേണ്ടി ഒരു കാരണവശാലും ഉപയോഗിക്കപ്പെടരുത് എന്ന കൃത്യമായ നിലപാട് ഇന്ത്യ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നു. ഹോട്ടലുകളിലും ബാറുകളിലും ഇരുന്ന് കഴിക്കാൻ അനുമതിയായി. എന്നാൽ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ മാസങ്ങളെടുക്കുമെന്നാണ് ഉടമകൾ പറയുന്നത്. അശ്വിൻ വല്ലത്തിന്റെ റിപ്പോർട്ട്. ഹോട്ടലുകളിലും ബാറുകളിലും 2 ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി ഇന്നു മുതൽ പ്രാവർത്തികമാവുകയാണ്. അതിന് മിക്കവാറും ഹോട്ടലുകൾ എല്ലാം തന്നെ നേരത്തെ ഇത്തരത്തിലുള്ള ഇളവുകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിച്ച് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിരുന്നു. എന്നാൽ കൂടിയും ഈ തൊഴിലാളികളൊക്കെ തന്നെ തിരിച്ചു വരേണ്ട സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. ക്ലീനിങ് ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാരഗൺ ഹോട്ടലിലാണ്. ഇവിടെ ഇൻഡോർ ഡൈനിങ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇൻഡോർ ഡൈനിങ് തുടങ്ങിയില്ലേ? നമ്മളെല്ലാം പ്രിപ്പയർഡ് ആണ്. ഈ ഇന്നലെ ഓർഡർ വരുന്നതിന് മുൻപ് തന്നെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ ഓർഡർ വരുന്നതിന് മുൻപ് തന്നെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നു. എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. നമ്മൾ റെഡി ആയിരുന്നു. നമ്മൾ തുറക്കാൻ സർക്കാരിന്റെ അനുമതി കിട്ടിയ ഉടനെ തുറക്കാൻ നമ്മൾ റെഡി ആയിരുന്നു. ബിസിനസ്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ബിസിനസ് നമ്മളിപ്പോൾ നമ്മുടെ വലിയ ബിസിനസ് സ്ഥാപനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വരും. ആൾക്കാർക്കും പാർസലായിട്ട് നല്ലത് ഫ്രഷായിട്ട് കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടാവും. ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ 6:30 മണിക്ക് തന്നെ ആൾക്കാർ ഈ കുറെ കൂടെയൊക്കെ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ഒരു അനുമതി കിട്ടുന്നതോടുകൂടി കുറച്ചുകൂടെ ആളുകൾ വരാൻ തുടങ്ങും തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ ആൾക്കാർ എന്തായാലും ഫാമിലീസൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ചിൽ ഇരുത്താൻ പറ്റുള്ളൂ. 4 പേര് അച്ഛനും അമ്മയും കുട്ടികളൊക്കെ വരുമ്പോൾ ഒരുമിച്ചിൽ ഇരുത്താൻ പറ്റുള്ളൂ. അത് ഈ രണ്ടുപേരായിട്ട് നമ്മൾ ഇപ്പോൾ അലൗഡ് ചെയ്യുന്നു. നിങ്ങൾ കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ, അതായത് തൊഴിലാളികൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥ, അതൊക്കെ ഒരു മാറ്റം വരും. എല്ലാവർക്കും ഒരു മാസം മുഴുവനും ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. 10 ദിവസം 12 ദിവസം 15 ദിവസം. ലേബേഴ്സൊക്കെ ഉണ്ടോ ഇവിടെ തന്നെ? ഉണ്ടോ ലേബേഴ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ അതോ പുറത്ത്? ലേബേഴ്സ് കുറച്ച് ആൾക്കാർ നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് കൂടെ ഉണ്ട്. പിന്നെ കുറേ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. കുറച്ച് ആൾക്കാർ വരാനുണ്ട്. അപ്പം ഇതെങ്ങനെയൊക്കെയാണ് ഇതിന്റെ നിയന്ത്രണങ്ങൾ? കുറെ റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് പാലിക്കാനൊക്കെ പറ്റും? അതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് 2 വാക്സിൻ എടുത്തവരെ വരാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിയാക്കാൻ പറ്റുക? അപ്പോൾ അവർ ഗസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്. 2 വാക്സിൻ എടുത്ത ആൾക്കാരെ വരാൻ പാടുള്ളൂ പറഞ്ഞിട്ട് അവർ AC നമ്മൾ ചെയ്യുന്നില്ല. AC ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വെച്ചു. അവിടെ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ് അത്ര പ്രാവർത്തികമല്ല, ഉറപ്പുവരുത്താൻ പറ്റില്ല. എല്ലാവരും ഇപ്പോൾ വരുമ്പോൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് കയറാൻ പാടുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതാണ് മിക്കവാറും ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ചെയ്തിരുന്നു. പിന്നെ നാളെ ഹർത്താലാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലേക്ക് കൂടുതൽ തൊഴിലാളികളൊക്കെ എത്തിയതിനു ശേഷമായിരിക്കും മുൻപ് ഉണ്ടായിരുന്ന തരത്തിലേക്ക് ഇരുത്തി ഭക്ഷണം കഴിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർണ്ണമായും നടപ്പാവുക. പലയിടങ്ങളിലും ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ തുടങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ക്ലീനിങ് ജോലികൾ പൂർത്തിയാവാത്ത ചിലയിടങ്ങളിലൊക്കെ ഇൻഡോർ ഡൈനിങ് തുടങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നാൽ കൂടി ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ആവുന്നതോടുകൂടി പൂർണ്ണമായും ആളുകളെ ഇരുത്തി ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ ഹോട്ടലുകൾ മാറുക തന്നെ ചെയ്യും.
നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ സംസ്ഥാനത്ത് നീന്തൽക്കുളങ്ങളും തുറന്നു. ആദ്യദിനം കുളങ്ങൾ വൃത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ്. സംസ്ഥാനത്തെ നാളത്തെ ഹർത്താൽ കൂടി കഴിയുന്നതോടെ നീന്തൽക്കുളങ്ങൾ വീണ്ടും സജീവമാവുന്ന പ്രതീക്ഷയിലാണ് ഉടമകൾ. കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നിന്നും MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ബാറുകളിലും ഹോട്ടലുകളിലും ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും ബാറുകളിൽ ഇരുന്ന് മദ്യപിക്കുന്നതിനുള്ള അവസരം നൽകിയിരിക്കുന്നു. ഒപ്പം സംസ്ഥാനത്തെ ഇൻഡോർ സ്റ്റേഡിയങ്ങളും നീന്തൽ കുളങ്ങളും തുറന്നിരിക്കുന്നു എന്നതുമാണ് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ. എന്തായാലും വളരെ നാളുകളായി തന്നെ ആളുകൾക്ക് ഇത്തരം ഇടങ്ങളിലേക്ക് എത്തുന്നതിനോ അവരുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയങ്ങളും നീന്തൽക്കുളവുമൊക്കെ ഉള്ള റീജിയണൽ സ്പോർട്സ് സെൻറ്റർ കടവന്ത്ര കൊച്ചിയിൽ നിന്നാണ്. അതിൻ്റെ സെക്രട്ടറി ശ്രീ നവാസ് നമ്മോടൊപ്പമുണ്ട്. സാർ, ഏറെ നാളുകൾക്ക് ശേഷമാണ് ഈ നീന്തൽക്കുളങ്ങളും ഇൻഡോർ സ്റ്റേഡിയങ്ങളും ഒക്കെ പൂർണ്ണതോതിൽ തുറക്കുന്നതിനുള്ള ഒരു അനുമതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. ഞങ്ങൾ അംഗങ്ങൾക്കെല്ലാം ഈ 4 ട്രാക്കിൽ 2 ആൾക്ക് വെച്ച് 45 മിനിറ്റാണ് സ്ലോട്ട് വെച്ചിരിക്കുന്നത്. സ്ലോട്ടെല്ലാം ഫുള്ളാവുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അംഗങ്ങൾ 512 പേരാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 512 പേരും എല്ലാവരും വരാനുള്ളൊരു ധൈര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്ക് 2 വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമേ അനുമതിയുള്ളൂ. ഞങ്ങൾ ട്രെയിനീസിന് സെപ്പറേറ്റ് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 5 ട്രെയിനീസ് ഇപ്പോൾ സെലക്ഷഡായി. മിഞ്ഞാന്ന് ട്രിവാൻഡ്രത്ത് സെലക്ഷൻ ട്രയൽസ് ഉണ്ടായിരുന്നു. അവർ നാഷണൽസിലേക്ക് സെലക്റ്റഡായി. ട്രെയിനീസിന് സെപ്പറേറ്റ് ടൈമാണ്. അംഗങ്ങൾക്ക് 7 മണിക്ക് രാവിലെ തുടങ്ങി 45 മിനിറ്റ് വെച്ചിട്ട് 2 ആൾ ഒരു ട്രാക്കിൽ 2 ആൾ 4 ട്രാക്ക് ഉണ്ട്. 2 ആൾ വെച്ചിട്ട് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അംഗങ്ങളെല്ലാം വാക്സിനേഷൻ എടുത്തിരിക്കണം. വേറെന്തെങ്കിലും ക്രമീകരണങ്ങൾ, വെള്ളം, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല ഇതിൻ്റെ ഒരു? അല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടുപോലെ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ ഉണ്ട്. ഞങ്ങളെല്ലാം ഈ മറ്റേ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ തെർമലും എടുക്കുന്നുണ്ട്. കയറുമ്പോൾ തന്നെ ഞങ്ങൾ തെർമൽ എടുത്തിട്ടാണ് എല്ലാവരും നോക്കുന്നത്. ടെമ്പറേച്ചർ ഉണ്ടാകുന്ന നോക്കും, പിന്നെ വാക്സിനേഷൻ എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു യൂസർ ഫീ ഉണ്ട്. അത് ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാലേ അത് അനുവദിക്കുള്ളൂ. അപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് രജിസ്റ്റർ ഉണ്ട്. ആരിലാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്, അതിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് 2 വാക്സിനേഷൻ കഴിഞ്ഞോ എന്നെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ അനുവദിക്കുന്നത്. അത് ഇവിടെയും വന്ന് ചെക്ക് ചെയ്യും, ഇവിടുത്തെ സ്റ്റാഫും ചെക്ക് ചെയ്യും. അവിടെയും വന്നിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്ലോട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാറുണ്ട്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലെ മറ്റ് ഗെയിമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? പലതും പരിശീലന സെഷൻസ് നടക്കുന്നുണ്ടോ? പരിശീലന സെക്ഷൻസ് മറ്റത് നടക്കുന്നുണ്ട്. മറ്റേ ഗെയിമിലെല്ലാം നേരത്തെ തന്നെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടെന്നീസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതല്ലേ. ടെന്നീസും ബാഡ്മിൻ്റനും ടേബിൾ ടെന്നീസും നേരത്തെ തന്നെ തുറന്നിരുന്നു. മറ്റേ തൊട്ട് കളിക്കുന്ന കളികൾ, ഫുട്ബോൾ, ബാസ്കറ്റ് എല്ലാം ഞങ്ങൾ ഈ ഇടയ്ക്കാണ് തുറന്നത്. ഗവൺമെൻറ് അനുമതി കൂടെയാണ് തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ എല്ലാം തുറന്നു. ചുരുക്കി പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ കൂടി തുറന്നു. ഇപ്പോൾ എല്ലാം തുറന്നിട്ടുണ്ട്. പക്ഷേ ഒരു പൂർണ്ണ സ്ട്രെച്ചിൽ പ്രവർത്തിക്കാൻ പൂർണ്ണ സെക്ഷനായിട്ട് ട്രെയിനിങ്ങും മറ്റെല്ലാം നല്ല ഇതായിട്ട് പ്രവർത്തിക്കാം. എന്നാലും എങ്കിലും ചെറിയ ഭയങ്ങൾ കുട്ടികളുടെ പേരൻസിനുണ്ട്. ഈ ട്രെയിനിങ്ങിന് വരുന്നവർ അംഗങ്ങൾക്കും ഉണ്ട്, പക്ഷേ അംഗങ്ങളും വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം തുറന്നുള്ള വ്യായാമമെല്ലാം ചെയ്താലേ ഇതൊരു പ്രതിരോധ ശക്തി കിട്ടുള്ളൂ. ഇതേ ഉള്ളൂ. നമ്മൾ മാറി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ വാക്സിനേഷൻ 2 പേരും എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ സ്വിമ്മിംഗ് പൂളിൽ എല്ലാവർക്കും ഒരു ഭയമാണ്. വെള്ളത്തിൽ കുടി വല്ലതും പകരുമോ എന്നുള്ള ഭയത്തിനാലാണ് അതെടുത്ത് ഇതാക്കുന്നത്. അതിലൊന്നും ആവശ്യമില്ല. ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ വാക്സിനേഷൻ എടുത്തവരത്രേ ഞാൻ സമ്മതിക്കുന്നുള്ളൂ. വാക്സിനേഷൻ എടുത്തിട്ട് അവർ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. എന്തായാലും വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നതിന്. ഇന്നലെ സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. നാളെ മുതൽ സ്ലോട്ടുകൾ തിരിച്ച് നിശ്ചിത സമയപരിധി വെച്ചാണ് ആളുകളെ ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നത്. സ്കൂൾ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി ഫിറ്റ്നസ് ഉറപ്പാക്കാൻ നാട്ടുകാർ സഹായിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. PTA ഫണ്ട് കുറവാണ്. KSRTC ബസ്സുകൾ കുട്ടികൾക്ക് മാത്രമായി പ്രത്യേക സർവീസ് നടത്തുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. മറ്റന്നാൾ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. PTA ഫണ്ട് കുറവായിരിക്കും ചില സ്ഥലങ്ങളിൽ. എങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾ അതിനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരണമെന്നുള്ളൊരു അപേക്ഷയാണ് ഉള്ളത്. അപ്പം നമ്മുടെ കുട്ടികളെ, നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ കുട്ടികളെ, കൊച്ചു മക്കളെ വാഹനത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ വാഹനം തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ സ്കൂളിന് ചുറ്റുമുള്ള നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായം നന്നായി തന്നെ ഉണ്ടാവണം. ഇപ്പോൾ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെമ്പാടുമുള്ള ഇത്രയും സ്കൂളുകളിലത്തേക്ക് ഒരു ഫണ്ട് ഉടനെ തന്നെ റിലീസാക്കുന്ന കാര്യം പ്രയാസമായിരിക്കും. എങ്കിലും ഞങ്ങൾ എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരോടും ഓരോ സ്കൂളിൻ്റെയും ഈ വാഹനങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോടെ റിപ്പോർട്ട് കിട്ടും. കിട്ടിയ ശേഷം ഞങ്ങൾ തന്നെ നേരിട്ട് ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, മന്ത്രി തന്നെ. പ്രവാസി മലയാളി ഫെഡറേഷൻ രക്ഷാധികാരി മോൻസൺ മാവുങ്കൽ അറസ്റ്റിൽ.
പുരാവസ്തു വിൽപ്പനക്കാരൻ എന്ന് അവകാശപ്പെട്ടായിരുന്നു 10 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ടിപ്പു സുൽത്താന്റെ സിംഹാസനം വരെ കൈവശമുണ്ടെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. മോൻസന്റെ കലൂർ ആസാദ് റോഡിലെ വീട്ടിൽ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് മോൻസന്റെ സഹായികൾ തടയാൻ ശ്രമിച്ചു. ഒന്നും ഉണ്ടായില്ലേ? അല്ല എന്താ ഉണ്ടായില്ലോ? നിങ്ങൾ പറഞ്ഞോ? അല്ല എന്താ കഥ? എന്താ കഥ നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ വെറുതെ ഞങ്ങളുടെ ഷൂട്ട് ചെയ്യണം. പോലീസുകാർ ഇവിടെ പല ആവശ്യത്തിനും വരും. എന്താ കഥ എന്ന് പറഞ്ഞു? അല്ല എന്തിനാ ഞങ്ങൾക്ക് കഥ പറയണത്? നിങ്ങൾക്ക് അറിയില്ലല്ലോ കഥ. നിങ്ങൾ ഉണ്ടാക്കാൻ വന്നല്ലേ കഥ? മനസ്സില്ല, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യണ്ടെന്ന് പറയണത്. പോലീസുകാരോട് പല ആവശ്യത്തിനും പലരും വരാറുണ്ട്. ക്രൈംബ്രാഞ്ച് പക്ഷെ അങ്ങനെ അല്ല പറയുന്നത്. ക്രൈംബ്രാഞ്ച് എങ്ങനെ പറയണം? അന്ന് ക്രൈംബ്രാഞ്ചിന്റെ ആളെ പറ. ആരാ പറഞ്ഞു? പിന്നെ നിങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യണതിനാണ്. ക്രൈംബ്രാഞ്ചിന് ആരെങ്കിലും നിങ്ങളുടെ കൂടെ വന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അവര് വന്നെങ്കിൽ അവർ ഷൂട്ട് ചെയ്യണ്ട. അവർക്ക് ആവശ്യമുള്ളത് മനസ്സിലായില്ലേ? ആ വെറുതെ ആവശ്യം കൊണ്ട് വെറുതെ ഷൂട്ട് ചെയ്തു. പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ് അകത്തേക്ക് എങ്ങനെ നമ്മുടെ പണിയുന്നു അത്രേ ഉള്ളൂ. വഴക്കുണ്ടാക്കാൻ വന്നല്ലോ. ഉള്ളിലോട്ട് ക്യാമറ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ സത്യോടും കല്ലിനെറിഞ്ഞ് ഞാൻ ക്യാമറ ഓടിക്കും. പറഞ്ഞു ഇവിടെ പോലീസുകാർ പല ആവശ്യങ്ങൾക്ക് വരാറുണ്ട്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ രാവിലെ എന്നാ പിന്നെ മോൻസൻ മാവങ്കിലാണ് അറസ്റ്റിലായത്. അനീഷ്, അറസ്റ്റിനെ കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ നിരവധി ആളുകളിൽ നിന്നായി 10 കോടി രൂപയിലധികം ഇയാൾ തട്ടിയെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ചും പലിശരഹിത വായ്പ നൽകാമെന്ന പേരിലാണ് ആളുകളെ തട്ടിപ്പിനിരയാക്കി. ഇയാളുടെ പക്കൽ ഒരു പുരാവസ്തു ശേഖരത്തിൻ്റെ ഒരു വലിയ അളവിലുള്ള ശേഖരം തന്നെ ഉണ്ട് എന്നാണ് ഇയാൾ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. ഇതിൽ ടിപ്പു സുൽത്താൻ്റെയും ഔറംഗസീബിൻ്റെയും സിംഹാസനം, മോശയുടെ പേടകം തുടങ്ങിയ ഏറ്റവും അമൂല്യമായ പുരാവസ്തുക്കൾ തൻ്റെ പക്കലുണ്ട്. ഇത് ബ്രൂണൈ സുൽത്താനും UAE രാജകുടുംബത്തിനും വിറ്റ വഴിയിലൂടെ 2 ലക്ഷം കോടിയിലധികം രൂപ തൻ്റെ പക്കൽ എത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഒപ്പം യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ കിട്ടിയ 30 വെള്ളിക്കാശിൽ ഒന്നും തൻ്റെ പക്കലുണ്ട് എന്ന് ഇയാൾ അവകാശപ്പെടുന്നു. ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്നും ഇത് സംബന്ധിച്ച കള്ള തെളിവുകളും മറ്റും ഉണ്ടാക്കി ആളുകളെ കാണിക്കുകയും ഈ അളവിൽ ഒരു 2 ലക്ഷം കോടിയിലധികം രൂപ തൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് തനിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്നും ഇതിൽ സഹായിക്കണമെന്നുമാണ് പറഞ്ഞത്. ഒപ്പം പലിശരഹിത വായ്പ എന്ന രീതിയിൽ വലിയ തുക അവർക്ക് തിരികെ നൽകും എന്നും വാഗ്ദാനം ചെയ്തിരുന്നു. ഇത്തരത്തിൽ പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പണമൊന്നും മടക്കി ലഭിക്കാതെ വന്നതോടെയാണ് ആളുകൾ പോലീസിനെ സമീപിക്കും. പിന്നീട് ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനൊടുവിൽ ഇന്നലെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കലൂർ ആസാദ് റോഡിലുള്ള മ്യൂസിയവും വീടുമായി പ്രവർത്തിക്കുന്ന ഇടത്തിൽ പരിശോധന നടത്തുന്നു. ഇയാളുടെ വീടിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് കാണാം നിരവധി ഈ ഫലകങ്ങൾ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നു. നോബൽസ് ഹോസ്പിറ്റലിൻ്റെ പാട്രൺ, വേൾഡ് പീസ് കൗൺസിലിൻ്റെ മെമ്പർ, PMFൻ്റെ പാട്രൺ, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ വൈസ് ചെയർമാൻ, മാൻസൺ എഡിഷൻ്റെ ചെയർമാൻ, കലിംഗ കല്യാണിൻ്റെ ചെയർമാൻ, കോസ്മോസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ തുടങ്ങി നിരവധി ബാനറുകളിലാണ് ഇയാൾ സ്വയം അറിയപ്പെടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ നടപടിക്രമങ്ങൾ അകത്ത് പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇയാൾ കൂടുതൽ ആളുകളെ തട്ടിപ്പിൽ പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും നടന്നു വരികയാണ്. ഗോപി, അതായത് വഞ്ചന കേസിലാണ് ഇപ്പോൾ പോലീസ് നടപടി അല്ലേ? തീർച്ചയായും തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ അമൂല്യമായ പുരാവസ്തുക്കൾ തൻ്റെ പക്കലുണ്ട് എന്ന് കാട്ടിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ ടിപ്പു സുൽത്താൻ്റെയും ഔറംഗസീബിൻ്റെയും മറ്റുമൊക്കെ സിംഹാസനം, മോശയുടെ പേടകം, ബൈബിൾ കാലത്തോളം പഴക്കമുള്ള മോശയുടെ പേടകം, ഒപ്പം ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത് കിട്ടിയ 30 വെള്ളിക്കാശിൽ 1 വെള്ളിക്കാശ് തൻ്റെ പക്കലുണ്ട് എന്നിങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പറഞ്ഞാണ് ആളുകളെ ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഈ സാമഗ്രികൾ ലോകത്തെ ഏറ്റവും വലിയ പുരാവസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന ബ്രൂണൈ സുൽത്താനും ഒപ്പം UAE രാജകുടുംബത്തിനുമൊക്കെ വിറ്റിരുന്നു. ഈ വിറ്റ വകയിൽ 2 ലക്ഷം കോടിയിലധികം രൂപ തനിക്ക് അവിടെ നിന്നും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് പിൻവലിക്കുന്നതിനായി ചില നടപടിക്രമങ്ങളുണ്ട്. നമ്മൾ ഈ ഫോണിലും മറ്റുമൊക്കെ കാണുന്ന ഓൺലൈൻ തട്ടിപ്പ് പോലെ തന്നെ വലിയ പൈസ ലോട്ടറി അടിച്ചെന്ന് പറയുകയും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഒരു നിശ്ചിത തുക കൈമാറിയാൽ അവ റിലീസ് ചെയ്തു തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു അതിൻ്റെ ഒരു ഓഫ്ലൈൻ മോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ആളുകളെ ഒരു പക്ഷേ ഈ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ എന്ന പരിശോധന നടന്നു വരികയാണ്. ഇയാളുടെ വീടിൻ്റെ മുൻവശത്ത് നിരവധി വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു. ഈ നോഹയുടെ പേടകം ഇയാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനും ആൾക്കാരുണ്ടായിരുന്നല്ലേ അനീഷേ?
തീർച്ചയായും അതാണ് നമുക്ക് ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത. ഇയാളിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇയാളുടെ ഒരു മ്യൂസിയവും വീടുമൊക്കെയായി പ്രവർത്തിക്കുന്ന ഇടമാണ്. ഈ മ്യൂസിയത്തിൽ നിരവധി പുരാവസ്തുക്കൾ പലയിടങ്ങളിൽ നിന്നായി എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുരാവസ്തു ശേഖരം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം ഒരു മ്യൂസിയം നടത്തുന്ന ആളുടെ പക്കൽ ഒരുപക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് അറിയിച്ചാൽ ആളുകൾ വിശ്വസിച്ച് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നേരത്തെ ഇയാളുടെ പരസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ലേഖനങ്ങളും ഓരോ അപൂർവ വസ്തുക്കൾ എത്തുമ്പോഴൊക്കെ അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇയാൾ ആളുകളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മൊത്തത്തിലൊരു വലിയ ഒരു ദൃശ്യപരത ഈ വീട്ടിലും സമീപപ്രദേശങ്ങളിലും ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ കാഴ്ചയിൽ വലിയ സമ്പന്നനാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനും കഴിഞ്ഞു. ഇയാളുടെ പക്കൽ ധാരാളം പണവുമുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി വലിയൊരു പണത്തിൻ്റെ അളവ് ശേഖരിക്കാനും പറ്റി. അതുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ കൂടുതൽ വിശ്വസനീയത എന്ന് തട്ടിപ്പിനിരയായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ കഴിയുന്നത്. എന്നാൽ ഈ സംബന്ധിച്ചൊരു വലിയ ഒരു ക്രോസ് ചെക്കിംഗ് ഒന്നും ഈ തട്ടിപ്പിനിരയായ ആളുകൾ ഒരുപക്ഷെ നടത്തി കാണില്ല. ബ്രൂണോ സുൽത്താൻ്റെയും UAE രാജകുടുംബത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞപ്പോൾ കൂടുതലൊരു പരിശോധനകൾ നടത്താതെയാണ് ഒരുപക്ഷെ പണം നൽകിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പലിശരഹിത വായ്പ എന്ന ഒരു ഓഫറാണ് ഇയാൾ മുന്നോട്ട് വെച്ചത്. അല്ലെങ്കിൽ വലിയ പലിശയൊന്നും ഈടാക്കാതെ തുക നൽകാമെന്ന് പറയുമ്പോൾ ആളുകൾ, പണത്തിന് ആവശ്യമുള്ള ആളുകൾ ഒരു ചെറിയ പണം ആദ്യം നൽകിയാൽ പിന്നീട് ഒരു വലിയ തുക കിട്ടും എന്നൊരു പ്രലോഭനത്തിൽ വഴിപ്പെട്ടു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോപി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് തൊണ്ടയാട് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് പൊട്ടി വീണ് 2 പേർ മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ കാർത്തിക്, സലീം എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. കല്യാൺ ഗ്രൂപ്പിന്റെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടമാണ് തകർന്നത്. നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. 6 പേർ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. 4th ഫ്ലോറിൽ ഒരു ബീം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് സ്ലിപ്പായി താഴേക്ക് വന്നു. അത് ഒരാൾ എസ്കേപ്പായി. 5 പേർ ഇഞ്ചേർഡാണ്. അതിൽ ഒരാൾ മരിച്ചു, ഒരു കാർത്തിക് മരിച്ചു. പിന്നെ ബാക്കി ട്രീറ്റ്മെന്റിലാണ്. എല്ലാവരും തമിഴ്നാട് സ്വദേശികൾ തന്നെയാണല്ലോ അല്ലേ? അത് എന്താണ് അപകട കാരണം? we have registered a case. We'll register the case. We'll investigate. ഇത് ആരുടെ ബിൽഡിംഗ് ആണ്? അങ്ങനെ എന്തെങ്കിലും that you can get the details. Okay, we are registering the case. We'll investigate. അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, 2 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഗോപി, അപകടം നടക്കുന്ന സമയത്ത് സലീമും കാർത്തിക്കും അടക്കം 6 തൊഴിലാളികളാണ് ഈ ഫ്ലോറിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് ഓടിമാറാൻ കഴിഞ്ഞു. മറ്റ് 3 തൊഴിലാളികൾക്ക് പരിക്കുകളുണ്ട്. അതിൽ തങ്കരാജ്, ഗണേഷ് എന്നിവരുടെ പരിക്കുകൾ കുറച്ച് സാരമുള്ളതാണ്. അതായത് തലയിലും മറ്റും പരിക്കുകളുണ്ട് എന്നുള്ള വിവരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു. അത്യന്തം സങ്കടകരമായൊരു സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഉണ്ടായത്. അവിടെ തൊഴിലാളികൾ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ രീതി പൂർണ്ണമായും പ്രീഫാബ് സ്ലാബുകൾ ഉപയോഗിച്ചുള്ളതായിരുന്നു. നേരത്തെ അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഫ്രെയിം വർക്കിനകത്തേക്ക് പ്രീഫാബായിട്ട് കൊണ്ടുവരുന്ന സ്ലാബുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലായിരുന്നു ഈ തൊഴിലാളികൾ ഉണ്ടായിരുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ഈ സ്ലാബ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനിടയിലാണ് 3ാമത്തെ നിലയിലുണ്ടായിരുന്ന സ്ലാബ് തകർന്ന് താഴോട്ടേക്ക് പതിക്കുന്നത്. അത് ഈ വീഴ്ചയുടെ ആഘാതത്തിൽ 2ാമത്തെ നിലയിലെ പില്ലറുകളും അതേപോലെ തന്നെ കോൺക്രീറ്റ് ബീമും ഒക്കെ തകർത്തുകൊണ്ടാണ് ആ സ്ലാബ് താഴോട്ടേക്ക് പതിച്ചത്. ഇതിനെ തടഞ്ഞു നിർത്താൻ ഉണ്ടായിരുന്ന ജാക്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയും ചെയ്തു. അതിന് താഴെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 6 തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഒരാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഈ കോഴിക്കോട് തൊണ്ടയാട് മേൽപ്പാലത്തിനടുത്ത് കല്യാൺ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. കല്യാൺ ഗ്രൂപ്പിന് വേണ്ടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരുടെ നിർമ്മാണ രീതി തമിഴ്നാട്ടിൽ നിന്ന് സ്ലാബുകൾ കൊണ്ടുവന്ന് വലിയ ലോറികളിൽ കൊണ്ടുവന്ന് വലിയ ക്രെയിൻ ഉപയോഗിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഒരു നിർമ്മാണ രീതിയാണ്. ഈ കെട്ടിടം 5 നിലയുള്ള ഈ കെട്ടിടം പൂർണ്ണമായും അങ്ങനെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ സ്ലാബുകൾ, ഭാരമേറിയ സ്ലാബുകൾ കൈകാര്യം ചെയ്തതിലെ അശ്രദ്ധയാണോ അപകട കാരണം എന്നടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്, വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലേ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്രയധികം ഭാരമുള്ള സ്ലാബുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവിടെ തൊട്ട് താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ, അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം കടക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. നിലവിൽ 2 പേരാണ് മരിച്ചിട്ടുള്ളത്.
രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. അതിൽ 2 പേരുടെ പരിക്ക് സാരമായുള്ള പരിക്കുകളുള്ളതാണ്. ഒരാളുടെ കാര്യം വലിയ കുഴപ്പമില്ലാത്ത പരിക്കുകളാണ് എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും കോഴിക്കോടിനെ നടുക്കിയ ഒരു അപകടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വലിയൊരു കെട്ടിടം, അവിടെ അതിൻ്റെ ഒരു വശത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ലാബ് തകർന്ന് താഴോട്ടേക്ക് വീഴുന്നു. തൊട്ട് താഴത്തെ നില കൂടി തകർന്നുകൊണ്ട് അതിനും താഴെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ മേലേക്ക് ഈ സ്ലാബ് പതിക്കുകയായിരുന്നു. ഗോപി, ദർശനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കണ്ണൂരിൽ വള്ളിത്തോട് പെരിങ്കിരിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു. പെരിങ്കിരി സ്വദേശി ജസ്റ്റിനാണ് മരിച്ചത്. പുലർച്ചെ പള്ളിയിലേക്ക് ബൈക്കിൽ പോകുമ്പോഴായിരുന്നു കാട്ടാന ആക്രമിച്ചത്. ഒന്നേ ഉള്ളോ? അതിന്റെ കൊമ്പൊടിഞ്ഞാണോ നോക്കിയേ? ഒരു സൈഡിൽ കൊമ്പുണ്ടോ? ഇല്ല, ആ കൊമ്പൊടിഞ്ഞ മനുവാണ് ചേരുന്നത്. മനു, വിശദാംശങ്ങൾ. ഗോപി, ഇന്ന് രാവിലെയാണ്, അതായത് പുലർച്ചയ്ക്ക് ഈ കുടുംബം പള്ളിയിലേക്ക് പോവുകയായിരുന്നു. ജസ്റ്റിനും ഭാര്യയും ചേർന്നായിരുന്നു പള്ളിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇവര് ബൈക്കിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഏതാണ്ട് 6 മണിക്കുള്ള പ്രാർത്ഥന ചടങ്ങിൽ പങ്കെടുക്കാനാണ് കുടുംബം പള്ളിയിലേക്ക് പോയത്. കാട്ടാന ഇവർക്ക് നേരെ അക്രമാസക്തമായി പാഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ജസ്റ്റിനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. ജിനിയും ജസ്റ്റിന്റെ ഭാര്യ ജിനിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇതിനുശേഷം കാട്ടാന ലോറി മറിച്ചിടാൻ ശ്രമിച്ചു. അങ്ങനെ ലോറി മറിച്ചിടുന്ന ഘട്ടത്തിൽ ഈ ആനയുടെ കൊമ്പ് മുറിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പ്രദേശവാസികൾ ഏറെ പണിപ്പെട്ട ആനയെ വനത്തിനകത്തേക്ക് തുരത്തിയിരിക്കുകയാണ്. ഈ ഇരിട്ടി ആറളം മേഖലയിൽ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണെന്ന് പരാതി ഉയരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ആറളം മേഖലയിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ കഴിഞ്ഞ ഒരു കുറച്ചു കാലത്തിനിടയിൽ തന്നെ 7ഓളം പേരെയാണ് ആന ഇത്തരത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. മനുവാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് മേട്ടുപ്പാളയത്ത് റോഡിലിറങ്ങിയ കാട്ടാന ബസിന്റെ ചില്ല് തകർത്തു. കൊത്തഗിരിയിൽ നിന്നും മേട്ടുപ്പാളയത്തിലേക്ക് വരികയായിരുന്ന ബസിന്റെ ചില്ലാണ് കാട്ടാന തകർത്തത്. 2 ദിവസം മുമ്പാണ് സംഭവം നടന്നത്. ദുബായിൽ നിന്ന് കണ്ണൂരിലെത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടു. പുലർച്ചെ 2:20 എത്തേണ്ട വിമാനം മഞ്ഞുമൂലം കാഴ്ച തടസ്സപ്പെട്ടതിനാലാണ് കണ്ണൂരിൽ ഇറക്കാൻ കഴിയാതിരുന്നത്. പൈലറ്റിന്റെ ഫ്ലൈയിങ് അവേഴ്സ് അധികരിച്ചതിനാൽ പുതിയ സംഘം ചുമതല ഏറ്റെടുത്ത് മാത്രമേ കൊച്ചിയിലുള്ള വിമാനം കണ്ണൂരിൽ എത്തിക്കാനാവൂ. ഇതിനെ തുടർന്ന് യാത്രക്കാരും വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയവരും പ്രയാസം നേരിട്ടു. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടി. 15 മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നവർക്കെതിരെയാണ് നടപടി. പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ശശി നാരായൺ ചേരുന്നു. ശശി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന 15 യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെയാണ് ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃയോഗം നടന്നിരുന്നു. ഷാഫി പറമ്പിലൊക്കെ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ഇവർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കാതിരുന്ന മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ ശക്തമായൊരു നടപടി എന്ന നിലയ്ക്ക്, അതായത് ഒരു താക്കീത് നിലയ്ക്കാണ് ഇത്തരത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയിരിക്കുന്നത്. ഗോപി, ഇടവേള. ഭീകര സംഘടനയായ IS-ൽ ചേർന്നുവെന്ന മുഖ്യമന്ത്രി പറഞ്ഞ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി പ്രജു എന്ന മുഹമ്മദ് അമീൻ 8 വർഷം മുമ്പ് നാടുവിട്ടതാണെന്ന് ഭാര്യ. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചാണ് ഭർത്താവ് നാടുവിട്ടത്. സലഫി പ്രഭാഷകനായ മുജാഹിദ് ബാലുശ്ശേരിയുമായി ഇയാൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. 2008 മതം മാറിയ പ്രജു എന്ന മുഹമ്മദ് അമീനുമായി യുവതിയുടെ വിവാഹം നടന്നത്. 2013 മുതൽ ഇയാളെ കാണാതായി.
മുജാഹിദ് ആശയത്തിൽ വിശ്വസിച്ചിരുന്ന ഭർത്താവിന് പ്രഭാഷകനായ മുജാഹിദ് ബാലുശ്ശേരിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് യുവതി പറയുന്നു. സലഫി മതപ്രചാരണ സംഘമായ തബ്ലീഗ് ജമാഅത്തിലേക്ക് വരാൻ തന്നെ ഭർത്താവ് ക്ഷണിച്ചിരുന്നു. പക്ഷേ സുന്നി വിശ്വാസിയായതിനാൽ പറ്റില്ലെന്ന് അറിയിച്ചു. മുജാഹിദിന്റെ ആശയക്കാരനാണ്. അത് മുജാഹിദ് എന്ന് വെച്ചാൽ അത് ഒരു ഭ്രാന്താണ് മൂപ്പർക്ക്. കുറെ പിന്നെ മുജാഹിദ് ബാലുശ്ശേരിൻ്റെതും അങ്ങനെ ഓലെ മുജാഹിദിന്റെ ഇതിലുള്ള ആൾക്കാരെ പിന്നെ പേരോടിൻ്റെത് അങ്ങനെ അതും കൂട്ടി സംവാദങ്ങൾ കുറെ കേൾക്കൂ. അതുകൊണ്ട് പിന്നെ നമ്മളതിലേക്ക് ശ്രദ്ധിക്കരുത്. കാരണം നമ്മൾ സുന്നിയാണ്. വിവാഹത്തിന് ശേഷം ഭർത്താവ് 2 കേസുകളിൽ പ്രതിയായി. കേസ് നടത്തിപ്പിനായി യുവതിയുടെ മാതാവിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം പണയപ്പെടുത്തുകയും സ്വർണം വിൽക്കുകയും ചെയ്തു. ഇയാൾ മറ്റ് പല വിവാഹങ്ങളും കഴിച്ചിരുന്നതായി പിന്നീട് മനസ്സിലായി. മുസ്ലിം സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ അവനൊരു ഹിന്ദു സ്ത്രീ മുസ്ലിം ആയിട്ടുണ്ടോ അല്ലെ, അതിൽ 2 മക്കളുണ്ട്. പിന്നെ ഞാനുണ്ടായത് അത് അവന്റെ വീട്ടുകാര് അവരെ സംരക്ഷിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണ് ഭർത്താവ് ഭീകര സംഘടനയായ IS-ൽ ചേർന്നുവെന്ന് അറിയുന്നത്. ഇതോടെ മാനസികമായി തകർന്നിരിക്കുകയാണ്. ഏകമകന്റെ ഭാവിയോർത്ത് ആശങ്കയിലാണ്. ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ ഒറ്റപ്പെടുക, എൻ്റെ മോന് വലുതായി വരിക, അതിനെ ഉണ്ടാവും എന്നുള്ള എനിക്ക് അറിയില്ല. അവനാൾ എന്തെന്നാ ചെയ്ത് കൂട്ടി വരുന്നെന്നുള്ളത്. അവൻ ആരും ഇല്ലാണ്ടായി പോകൂലേ? അവൻ അങ്ങനല്ലേ കാണാൻ മനുഷ്യന്മാരെ ചിത്രീകരിക്കുക. IS പോയവന്റെ മകനാന്നല്ലേ ചിത്രീകരിക്കൂ. അതിലൊരു പേടി എനിക്കുണ്ട്. ദിവസം കൂലിപ്പണി ചെയ്താണ് മാതാവും മകനും ഉൾപ്പെടുന്ന കുടുംബത്തെ നോക്കുന്നതെന്ന് യുവതി പറഞ്ഞു. ഭർത്താവ് വരുത്തിവെച്ച കടക്കണിയിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങുകയാണ് ഇവരിപ്പോൾ. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റ് ഇന്ന് തീരം തൊടും. ഒഡീഷ ആന്ധ്ര തീരം വഴിയാണ് ഗുലാബ് വൈകുന്നേരത്തോടെ കരയിലെത്തുക. ഒഡീഷയിലെ ഗോപാൽപൂർ തീരത്ത് നിന്നും 400 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ചുഴലിക്കാറ്റെന്ന റിപ്പോർട്ട്. അടുത്ത മണിക്കൂറിൽ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കും. ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. രക്ഷാപ്രവർത്തനത്തിന് NDRF-നെ നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. VM സുധീരനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി പ്രതിപക്ഷ നേതാവ്. VM സുധീരനെ കാണാൻ VD സതീശൻ എത്തി. സയ്യിദാണ് ചേരുന്നത്. സയ്യിദ്, വിശദാംശങ്ങൾ. VM സുധീറിന്റെ വീട്ടിൽ VD സതീശൻ എത്തിയിരിക്കുന്നു. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സുധീറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി തിരക്കിട്ട നീക്കമാണ് KPCC നേതൃത്വം നടത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് VD സതീശൻ ഇവിടെ എത്തിയത്. ഉച്ചയ്ക്ക് ശേഷം KPCC പ്രസിഡന്റും താരിഖ് അൻവറും അടക്കമുള്ളവർ ഇവിടെ എത്തി സുധീറുമായി ചർച്ച നടത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും സുധീറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം രാവിലെ തന്നെ KPCC നേതൃത്വത്തിന് താരിഖ് അൻവർ കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ സുധീറിനെ എങ്ങനെയും കൂടെ നിർത്തുക എന്നതാണ് KPCCയുടെ തന്ത്രം. അദ്ദേഹത്തിന്റെ രാജ്യപ്രഖ്യാപനം പിൻവലിച്ച് രാഷ്ട്രീയകാര്യ സമിതിയിൽ തുടരാൻ അദ്ദേഹത്തെ സന്നദ്ധനാക്കുക, ആ തരത്തിലേക്കാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. സുധീരനെ ഒപ്പം നിർത്തേണ്ടത് ഇപ്പോൾ KPCCയുടെ പുതിയ നേതൃത്വത്തിന്റെ കൂടി ആവശ്യമാണ്. കാരണം സുധീരൻ ഉന്നയിക്കുന്ന വാദങ്ങൾ പൊതുവിൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾക്കെല്ലാം വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ സുധീരനെ അനുനയിപ്പിച്ച് എങ്ങനെയും കൂടെ നിർത്തുക എന്ന തന്ത്രമുണ്ട്. എന്തായാലും ഇന്നലെയാണ് സുധീരൻ രാജ്യപ്രഖ്യാപനം നടത്തി താൻ ഇനി രാഷ്ട്രീയകാര്യ സമിതിയിൽ തുടരില്ല എന്ന പ്രഖ്യാപനം നടത്തിയത്. സുധീരനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷയാണുള്ളത്. സുധീരന് ഉന്നയിക്കുന്ന വാദങ്ങൾ തുടർ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് KPCCയുടെ പ്രതീക്ഷ. ശരി സയ്യിദ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ ബാറുകൾ തുറന്നു. ഇരുന്ന് മദ്യപിക്കാൻ കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് മദ്യപാനികൾ. തിരുവനന്തപുരത്ത് നിന്നും VS അനു റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഹോട്ടലുകളെ കൂടാതെ തന്നെ ബാറുകളിലും ഇരുന്ന് മദ്യപിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലെ ലിബ്ര ബാറിലാണ്. ഇവിടെയും ഇന്ന് രാവിലെ മുതൽ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ വലിയ തിരക്ക് കുറവ് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. കാരണം പ്രത്യേകിച്ച് ഇത്രയും നാളുകൾ അടഞ്ഞു കിടന്ന ഒരു സംവിധാനമാണ് ബാറുകളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട്. സാനിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്തരം നടപടികൾ ഇവിടെ നടക്കുന്നു എന്നാണ് ബാങ്ക് ഈ പറയുന്ന ബാറിലെ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. വൈകിട്ട് രാവിലെ 11 മണി മുതൽ വൈകിട്ട് രാത്രി 9 മണി വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം. ഇപ്പോൾ ലിബ്ര ബാറിന്റെ മാനേജർ ദിലീപ് നമ്മളോടൊപ്പം ചേർന്നു. എങ്ങനെയാണ് ഈ ഒരു ബാറിന്റെ പ്രവർത്തനത്തെ നിങ്ങളിപ്പോൾ ഇന്ന് മുതൽ തുറക്കുകയാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുള്ളത്? വളരെ സന്തോഷം തോന്നുന്നു. കാരണം 6-7 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ബാർ ഓപ്പൺ ചെയ്തേക്കുന്നത്. നമ്മൾ എല്ലാവിധ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ തുറന്നിരിക്കുന്നത്. ആൾക്കാർ വന്നു തുടങ്ങിയിരിക്കുന്നു. എങ്കിലും കുറച്ച് സമയം എടുക്കും ആൾക്കാർ ഇനിയും വരാനായിട്ട്. റിപ്പോർട്ടാണ്. കൂടുതൽ വാർത്തകൾ